Hello friends, welcome to the 𝙑𝙞𝙙𝙬𝙬 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖമാശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പേടിഎമ്മിൻ്റെ SBI ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളോട് കുറച്ച് ദിവസമായി പറയുന്നു നമ്മുടെ ഈ പേടിഎമ്മിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിന് മുമ്പ് നിങ്ങൾക്ക് അറിയണമായിരിക്കും പേടിഎം HDFC ക്രെഡിറ്റ് കാർഡാണ് ഇറക്കിയിരുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇപ്പോൾ കോബ്രാൻഡ് ഇറക്കുന്ന SBI കൂടിയിട്ടാണ്. അപ്പോൾ SBI ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വൈസ് നമ്മൾ ആമസോൺ തുടങ്ങിയതാണ്. നിങ്ങൾക്ക് URL കാണുന്നുണ്ടായിരിക്കും, ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് പോകാം. പേടിഎം SBI കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പേടിഎമ്മും നമ്മുടെ SBI കാർഡും ഒരു കോബ്രാൻഡായിട്ട് ഇറക്കുന്ന ഒരു കാർഡാണ് പേടിഎം SBI ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾക്ക് ആക്ച്വലി ഇത് പേടിഎമ്മിൻ്റെ ആപ്പിൽ കൂടെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ SBIൻ്റെ സൈറ്റിൽ കൂടെയും അപ്ലൈ ചെയ്യാം കേട്ടോ. ജോയിൻ ഫീസ് വരുന്നത് 499 രൂപയാണ്. നമുക്ക് ആനുവൽ ഫീസും ഈ സെയിം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂൽ സർചാർജ് വരുന്നുണ്ട് 1%. നമുക്ക് പിന്നെ പേടിഎം മോളിലൊക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ 3% വരെ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ട്രാൻസാക്ഷന് നമുക്ക് 1% ആണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. പിന്നെ 2% നമ്മുടെ പേടിഎമ്മിൽ നമ്മൾ വേറെ സംഭവങ്ങൾ ചെയ്യുമ്പോൾ, അതായത് റീചാർജ് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 2% വേറെ കിട്ടുന്നു. അപ്പോൾ ഒരു കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ പേടിഎം ഉപയോഗിക്കുന്നവർക്ക് നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 75,000 രൂപയുടെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രീ പേടിഎം ഫസ്റ്റ് മെമ്പർഷിപ്പ് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. അപ്പോൾ പേടിഎം ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും അറിയേണ്ടായിരിക്കും ഫ്രീ എന്താ പറയുക പേടിഎം ഫസ്റ്റ് ഫ്രീ മെമ്പർഷിപ്പ് എന്ന സംഭവം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ സൈബർ ഫ്രോഡ് പ്രൊട്ടക്ഷൻ നമുക്ക് 1 lakh വരെ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് എന്തായാലും കാരണവശാൽ നമ്മുടെ ഹാക്കായിട്ട് അതുപോലെ തന്നെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് 1 lakh വരെ അതിൻ്റെ ഒരു ഇൻഷുറൻസ് പോലെ സംഭവം നമുക്ക് കിട്ടുന്നുണ്ട് കാർഡിനോട് ഫ്രീ ആയിട്ട് തന്നെ. അതുപോലെ തന്നെ റിന്യൂവൽ ചാർജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനുവൽ ചാർജ് തന്നെയാണ് 499 രൂപയാണ്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക ഇതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോട്ടേഴ്സ് അതായത് നമുക്ക് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, അതായത് നമുക്ക് ഏതെങ്കിലും കൊടുക്കാം. വോട്ടേഴ്സാണോ അല്ലെങ്കിൽ ആധാറാണോ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ പ്രൂഫ് ഓഫ് റെസിഡൻസ് കൊടുക്കണം. അത് നമുക്ക് വോട്ടേഴ്സ് ID അല്ലെങ്കിൽ ആധാർ കാർഡ് കൊടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ്, IT റിട്ടേൺസ് അല്ലെങ്കിൽ ഫോം 16 ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതിയിട്ടാണ്. പിന്നെ ഏജ് ലിമിറ്റ് വരെ നമുക്ക് 21 to 60 പിന്നെ നമുക്ക് കാർഡ് അപ്ലൈ ചെയ്തിട്ട് കാർഡ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് 7 ദിവസങ്ങളിലാണ്. അവരുടെ ഒരു ടൈം ലിമിറ്റ് വരുന്നത് 7 days ആണ്, 1 week ആണ് അതിനുള്ളിൽ കിട്ടുന്നതാണ് ഒരു പറയുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ഒരു 95% ആൾക്കാർക്കും ഈ 7 days കിട്ടും. പിന്നെ ചിലതിൻ്റെ ഡിപ്പെൻസ് ഇപ്പോൾ നമ്മുടെ കൊറിയറാണ്, അത് വാരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ കൊറിയറിൻ്റെ ഏത് കൊറിയറാണ് നമ്മുടെ പിൻകോഡ് അനുസരിച്ച് നമുക്കത് വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പേടിഎം SBI കാർഡിൻ്റെ ഒരു എന്താ പറയുക ഒരു ഓവർവ്യൂ. എന്തായാലും ഇതൊരു പേടിഎം യൂസേഴ്സിന് പറ്റിയ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാത്തവർക്ക് വലിയൊരു എന്താ പറയുക വലിയൊരു ബെനിഫിഷ്യലായിട്ട് എനിക്ക് തോന്നിയില്ല. പേടിഎം യൂസർ ആണെങ്കിൽ നിങ്ങൾ കുറേ കാലമായിട്ട് പേടിഎം യൂസർ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ എടുക്കാം. അത് ഇതേ മോഡൽ തന്നെയായിരുന്നു ഇതിന് മുമ്പത്തെ ഇറങ്ങിയ HDFCയുടെ. പക്ഷേ SBI കാർഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കോബ്രാൻഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ SBI കാർഡിൻ്റെ ഓഫർ വരുമ്പോൾ നമുക്ക് ഇത് ആക്ച്വലി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു 90% എല്ലാത്തിലും അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഓഫറിൽ അക്സെപ്റ്റഡ് ആണ്. ചിലത് കോബ്രാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ SBI കാർഡ് ഓഫർ വരുമ്പോൾ ചിലപ്പോൾ ചിലതിൽ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ ഈ കാർഡ് അങ്ങനത്തെ അക്സെപ്റ്റഡ് ആണ് 90%. പ്രത്യേകിച്ച് ഇപ്പോൾ ആമസോണിലൊക്കെ ആണെങ്കിൽ അക്സെപ്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേടിഎം ആപ്പിലും അതുപോലെ തന്നെ നമ്മുടെ അവരുടെ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്തായാലും എല്ലാ കമൻറ്റും നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.